സെലിബ്രിറ്റീസിൻ്റെയൊക്കെ ഫേവറേറ്റ് ബിരിയാണി സ്പോട്ടിൽ ഒരെണ്ണമാണ് പാരഗൺ റെസ്റ്റോറൻറ്റ്. ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ, റീൽസൊക്കെ കണ്ടിട്ട്. അങ്ങനെ ഞാനും ട്രിവാൻഡ്രത്തെ ഔട്ട്ലെറ്റിൽ പോയായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേനും ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള അത്ര ആൾക്കാർ വെയിറ്റിങ്ങിനുണ്ടായിരുന്നു. ഈവൻ ഫോറിനേഴ്സ് വരെ ഉണ്ടായിരുന്നു കേട്ടോ ആ കൂട്ടത്തിൽ. നമ്മൾ പേരൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. എന്നിട്ട് സീറ്റ് അവൈലബിലിറ്റി അനുസരിച്ചിട്ട് അവർ നമ്മളെ വിളിക്കും. 1939 ഗോവിന്ദൻ പൻഹികയിൽ എന്നൊരാളാണ് കേട്ടോ കോഴിക്കോടിൽ പാരഗൺ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് ഇവർ ബേക്കറി ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടുത്തെ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ളൊരു സംഭവം ബിരിയാണി തന്നെയാണ്. പക്ഷേ വേറെയും കുറേ സംഭവങ്ങളൊക്കെ ഇവിടെയുണ്ട്. 8 വർഷത്തോളം എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടാണ് ഇവിടുത്തെ പാരഗൺ ബിരിയാണിയുടെ ഫൈനൽ ഔട്ട്കം അവർ പുറത്തുവിട്ടത്. ഞങ്ങളൊരു ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി ആയിരുന്നു ആദ്യം ഓർഡർ ചെയ്തത്. ഈ ബിരിയാണിൻ്റെ കൂട്ടത്തിൽ ഒരു ഗ്രീൻ കളർ ചമ്മന്തി ഉണ്ട്, അത് ഭയങ്കര രസമാണ്. പിന്നെ ഡേറ്റ്സ് പിക്കിളാണ് ഇതിൻ്റെ കൂടെ തന്നിട്ടുണ്ടായിരുന്നത്. പച്ച ഡേറ്റ്സില്ലേ, അതുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സാലഡ് ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ഇങ്ങനെ കുഴച്ച് കഴിക്കാനായിട്ട് ഭയങ്കര രസമാണ്. കൈമ റൈസ് കൊണ്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്നത്. പോരാഞ്ഞിട്ട് ദം ബിരിയാണി കൂടെ, അപ്പോൾ അതിൻ്റെ ഫ്ലേവർ പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. എനിക്ക് ബീഫ് ബിരിയാണിയാണ് കൂടുതൽ ഇഷ്ടമായത്. ആ ബീഫൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തൊടുമ്പോൾ തന്നെ പൊളിഞ്ഞു പോകുന്ന ഭയങ്കര ടെൻഡർ ആയിട്ടുള്ള ബീഫായിരുന്നു. അയ്യോ, ഒരു രക്ഷയില്ല, എനിക്ക് നല്ലോണം ഇഷ്ടമായി. പിന്നെ ഞാൻ ഇവിടുത്തെ ചിക്കൻ ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കിയായിരുന്നു. ഈ ചിക്കൻ ബിരിയാണിയിലെ ചിക്കൻ പീസിന് ഇച്ചിരി ഹാർഡ്നെസ് ഉണ്ടായിട്ട് എനിക്ക് തോന്നി. അത് പണ്ട് മുതലേ അത് ഇങ്ങനെ തന്നെയാണ്, ഇതാണ് അവരുടെ രീതി എന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. നമ്മൾ നാടൻ കോഴിയൊക്കെ കഴിക്കുമ്പോൾ ഒരു ടെക്സ്ചറില്ലേ, അതുപോലെയായിരുന്നു. പിന്നെ ഞങ്ങളൊരു പച്ചമാങ്ങ ജ്യൂസ് ഓർഡർ ചെയ്തായിരുന്നേ. ഈ ജ്യൂസിന് ചെറിയൊരു പുളിയും പിന്നെ നല്ല മധുരവും അങ്ങനെയാണ്. പക്ഷേ എനിക്കിഷ്ടമായില്ല കേട്ടോ, എൻ്റെ കപ്പ് ഓഫ് ടീ അല്ല. പിന്നെ ഇവിടുത്തെ പുഡിങ് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ഇളനീർ പുഡിങ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ടെൻഡർ കോക്കനട്ട് പുഡിങ് കഴിക്കുന്നത്. പക്ഷേ എനിക്ക് നല്ലോണം ഇഷ്ടമായി. ഇതിൽ വാട്ടർമെലനും പിന്നെ ലീഫൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നല്ല ക്യൂട്ട്. നമ്മൾ വായിലിടുമ്പോൾ തന്നെ മെൽറ്റായി പോകുന്ന ഒരു ടെക്സ്ചറൊക്കെയാണ് കേട്ടോ. ഓരോ ബൈറ്റും ഞാനിങ്ങനെ ആസ്വദിച്ചായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അത്രയ്ക്ക് രസമായിട്ട് എനിക്ക് തോന്നിയേ, ഇഷ്ടമായി. ഇനി പോവുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഓർഡർ ചെയ്യുന്നത് ഈ പുഡിംഗ് ആയിരിക്കും. എനിക്ക് തോന്നുന്നത് എനിക്ക് ബിരിയാണീനേക്കാളും കൂടുതൽ ഈ പുഡിംഗാണ് ഇഷ്ടമായത്. പിന്നെ ഈ റെസ്റ്റോറൻറ്റ് 3rd ജനറേഷൻ ആണ് കേട്ടോ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5th മോസ്റ്റ് ഐക്കോണിക് റെസ്റ്റോറൻറ്റ് ഇൻ ദ വേൾഡ് ആണ് പാരഗൺ റെസ്റ്റോറൻറ്റ്.